ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അച്ചുവിൻ്റെ എക്സാം ആയതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി കേട്ടോ. ഞാനിതിൻ്റെ ഇടയിൽ വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിക്കെങ്കിലും എനിക്ക് കൃത്യമായിട്ടൊരു വ്ളോഗ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഭയങ്കര ടെൻഷനിലാണ്. എന്താ എന്താ നടക്കണതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ എത്ര പേരുടെ മക്കളിപ്പം 10th എക്സാം എഴുതുന്നുണ്ടെന്ന് പറയൂ കേട്ടോ. ഉണ്ണിയുടെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത്രയൊന്നും ഇല്ല കേട്ടോ അച്ചുവിൻ്റെ കാര്യത്തിൽ, എന്നാലും കുറച്ച് ടെൻഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ഇതേപോലെ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വല്ലാത്തൊരവസ്ഥയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് എക്സാം എഴുതുന്ന സമയത്ത് ഇത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം അന്നത്തെ ടെൻഷൻ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ആയിരുന്നു. ശരിക്കും ഭയങ്കര രസമുള്ള ഓർമ്മകളാട്ടോ. എൻ്റെ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് വെയിറ്റ് ചെയ്ത് നിന്നതും, പിന്നെ എനിക്ക് റിസൾട്ട് എൻ്റെ അച്ഛനാണ് വിളിച്ച് പറഞ്ഞത് കേട്ടോ. അച്ഛൻ അന്ന് നാട്ടിലുണ്ടായിരുന്നില്ല, ദുബായിലായിരുന്നു. അപ്പം അച്ഛൻ ഫോൺ ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞതും ഒക്കെ ഭയങ്കര മധുരമുള്ള ഓർമ്മകളാണ്. നമ്മൾ കുറേ ഐസ്ക്രീമും മിഠായിയൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ റിലേറ്റീവ്സിനും പിന്നെ എല്ലാവർക്കും കൊണ്ടു കൊടുത്തതും ഭയങ്കര ഓർമ്മയാണ്. അപ്പോൾ ഇതാ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ പഴയ ബെഡ്ഷീറ്റ് കഴുകാനുള്ളത് സോപ്പ് പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് വന്നു. രാവിലെ പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത് എടുത്തു വെക്കാനുള്ള നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മസാല ദോശയൊക്കെയാണ് അച്ചുവിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തയച്ചത്. പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് ഉണ്ണി ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഞാനും അവനും കൂടിയിട്ടാണ് രാവിലെ ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലത്തെ അച്ചുവിൻ്റെ എക്സാമിന് പോണ തിക്കും തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് മസാല ദോശയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ശരിക്കും ഞാൻ തലേദിവസമൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാര്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന്, പക്ഷേ പറ്റിയില്ല. കുറച്ച് മാവ് ഉണ്ടായിരുന്നു ബാക്കി. അപ്പം ഞാനത് പാത്രത്തിലാക്കിയിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അച്ചുവിൻ്റെ കാര്യം അറിയാമല്ലോ, അവന് ഊണ് കഴിക്കണേക്കാട്ടിലും ഇഷ്ടം ദോശയോ ചപ്പാത്തിയൊക്കെ കഴിക്കണതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അവൻ മാവ് ഉണ്ടെങ്കിൽ വീണ്ടും ദോശ തന്നെ വേണമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ അവന് കണക്ക് കൂട്ടിയിട്ട് എടുത്തു വെച്ചു. പിന്നെ ഈ രാവിലത്തെ തിക്കുന്നിരക്ക് കഴിഞ്ഞ അടുക്കള അറിയാലോ, ആകെ യുദ്ധക്കളം പോലെ ആയിട്ടാണ് ഇരിക്കുക. അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ബാക്കി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ട് വേണം അടുത്ത പരിപാടിക്ക് തുടങ്ങാൻ, ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചക്കടുമാങ്ങയുടെ റെസിപ്പി കാണിക്കൂ. പഴയ വീഡിയോയിലായതുകൊണ്ട് ഇല്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിൽ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വീക്കിലി ഒരു ദിവസം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് അതാണ്. പിന്നെ നമുക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളോട് അല്ലാണ്ട് വേറെ ആരോടെ പറയാം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ട്. വരട്ടെ, നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പം എന്താണ് കാപ്പിപ്പൊടിയും പിന്നെ അച്ചാറിൻ്റെ പാത്രവും നെയ്യിൻ്റെ പാത്രവും ഒക്കെ ഇങ്ങനെ അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവിടേക്ക് ഒന്ന് തുടച്ച് സെറ്റാക്കി വെക്കുകയാണ്. ഇന്ന് ഉണ്ണിയും കൂടെ അടുക്കളയിൽ കയറിയതുകൊണ്ട് തന്നെ ശരിക്കും യുദ്ധം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു. പിന്നെ കുപ്പികളിൽ നമ്മളെ കടല പരിപ്പ് പിന്നെ ഓയിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണേ. അപ്പോൾ അതും കൂടെ തുറന്ന് ഇട്ടിട്ട് പിന്നെ ബാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ പയറും പരിപ്പൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ തന്നതാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയപ്പോൾ കുറേ അധികം അരി പലചരക്ക് സാധനങ്ങൾ ഇതൊക്കെ അമ്മ എനിക്ക് തന്നു വിട്ടു. അപ്പോൾ അമ്മ അവിടെ പയറ് കടല ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ. അമ്മ അച്ഛനും മാത്രമുള്ള സമയത്തെ കാര്യമാണ്. ഇപ്പോൾ പിന്നെ പൊന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അച്ഛനും ഉണ്ണിക്കൊക്കെ കൂടുതൽ പച്ചക്കറിക്കാട്ടിലും ഇഷ്ടം കടലയും പയറും പരിപ്പും അങ്ങനത്തെ കൂട്ടാനൊക്കെ നമ്മൾ വെക്കില്ലേ. അപ്പോൾ അതാ. അപ്പം ഞാൻ കൂടി എല്ലാം കൂടി വാരിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പരിപ്പൊക്കെ കുറേ ഉണ്ട്. എനിക്കാണെന്ന് വെച്ചാൽ ഇത്തിരി മതി നമ്മൾ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ. അച്ഛനെ ഉണ്ണിക്കോ അങ്ങനെ ഒരുപാട് കഴിക്കില്ലല്ലോ, അപ്പോൾ ഇത്തിരി മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോഴും ബാക്കിയാട്ടോ. ഇതൊക്കെ എങ്ങനെയെങ്കിലും വേഗം എടുത്ത് തീർക്കണം. മിക്കവാറും എല്ലാ ദിവസവും സാമ്പാർ വെച്ചിട്ടാണ് ഞാൻ ഈ പരിപ്പ് തീർക്കണേ. നിങ്ങൾക്കറിയാലോ, ഞാനിപ്പം ഏകദേശം 2 കൊല്ലമായിട്ട് ചുവന്ന പരിപ്പാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പം ഈ പരിപ്പ് വെച്ചിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യണേ. പിന്നെ സൺഫ്ലവർ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുപ്പിയിലാക്കി വെച്ചു. പിന്നെ ഉച്ചത്തേക്ക് ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഒക്കെ വെജിറ്റേറിയൻ ഫുഡ് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ നമുക്ക് പോസ്റ്റ്മാൻ്റെ ഒരു വിളി വന്നു. ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ദേവൂസ് ബൂട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോത്തിങ് ബ്രാൻഡ് അവർ നമുക്ക് 2 കുർത്തകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് തുറന്ന് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നേ.
റെഡ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടണിലാട്ടോ. ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള 2 കുർത്തകൾ. ബ്ലാക്ക് കുർത്തയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ നെക്ക് ഭാഗത്ത് എന്ത് രസമാണ് കാണാനായിട്ട്, ഗ്ലാസും ഒക്കെ ആയിട്ട് നമുക്ക് ശരിക്കും വന്നാൽ കുഞ്ഞൊരു കല്യാണം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇട്ടിട്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും നല്ല ഭംഗിയുണ്ട് നെക്ക് കാണാനായിട്ട്. പിന്നെ ഈ റെഡ് നോക്കുക വെച്ചാൽ എന്താ പറയുക, വേനൽക്കാലത്തേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പക്ക അടിപൊളിയാണ്. ഈ കുർത്തകളുടെ റേറ്റ് വരുന്നത് 399 ആണ് കേട്ടോ, പ്ലസ് ഷിപ്പിംഗ് ചാർജും. അപ്പോൾ രണ്ടും എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്ന് വെച്ചാൽ കയറി ഓർഡർ ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റേറ്റും അതേ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിനി ലഞ്ച് റെസിപ്പീസ് ഓരോന്നായിട്ട് നോക്കാം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ പച്ചക്കടുമാങ്ങയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള താരം കേട്ടോ. അപ്പോൾ നമുക്കതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കൂട്ടാൻ ഒഴിച്ചുകറി വെക്കാനായിട്ട് പരിപ്പും പിന്നെ പരിപ്പിലേക്ക് ഇടാൻ കഷ്ണം നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ കൂട്ടാൻ വയ്ക്കാൻ. തക്കാളി എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കുറച്ച് പരിപ്പ് കേട്ടോ, ഇതിന് കണക്കൊന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ ഞാനിങ്ങനെ കണക്ക് നോക്കിയിട്ടൊന്നല്ല കുക്ക് ചെയ്യുക. എനിക്ക് എത്ര ആവശ്യമുള്ള വെച്ചാൽ അത് അങ്ങോട്ട് എടുക്കും. അപ്പോൾ അത് ആദ്യം ഒന്ന് എടുത്ത് നന്നായിട്ട് കഴുകി കുക്കർ വെച്ചു. ഞാനെല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിൽ ഇട്ടിട്ട് കറികൾ അങ്ങനെ വെക്കാറില്ല കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ എനിക്കത് ഇഷ്ടമില്ല. അപ്പോൾ ആദ്യം പരിപ്പ് നന്നായി വേവിച്ച് നല്ലോണം ഉടയണം, അതാണ് എൻ്റെ ഒരു രീതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 വിസിൽ മതി, പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ എല്ലാവരും കണ്ടിരുന്നതും വീണ്ടും കണ്ടിരുന്നതും ലഞ്ച് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യണ ആളല്ല കേട്ടോ. എന്നാൽ എനിക്ക് നമ്മുടെ കേരള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ നാടൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് പിന്നെ ഇതൊക്കെ ഇഷ്ടം കേട്ടോ, മറ്റേ അറേബ്യൻ ഫുഡും ഇഷ്ടമാണ്. അതല്ലാണ്ട് എനിക്ക് വല്ലാണ്ട് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷേ നമുക്ക് അറിയണ കാര്യങ്ങൾ അത് നല്ല രുചിയിൽ എന്താ നമുക്ക് ഉണ്ടാക്കാൻ അറിയണേ അത് നല്ല രുചിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കണേക്കാൾ കൂടുതൽ നമ്മൾ ആർക്കാണോ ഉണ്ടാക്കി കൊടുക്കണേ അവർ നല്ല അഭിപ്രായം പറയണം, അങ്ങനെ വിചാരിക്കുന്ന ആളാട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഇപ്പോൾ പറഞ്ഞില്ലേ ഒത്തിരി ഫുഡ് ഉണ്ടാക്കാൻ അറിയണമെന്നില്ല, പക്ഷെ ഉണ്ടാക്കാൻ അറിയണത് നന്നായിട്ട് ഉണ്ടാക്കണം, നല്ല സ്വാദിൽ ഉണ്ടാക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം അത് ഉണ്ടാക്കുന്ന വരെ ആ നാക്കിന്ന് അതിൻ്റെ ഒരു കൊതിയും രുചിയും ഒന്നും പോകാൻ പാടില്ല, അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഈ കറിക്കുള്ള തക്കാളി നല്ല പൊടിയാക്കി അരിഞ്ഞു വെച്ചതിന് ശേഷം തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കറിയിലേക്ക്. അപ്പോൾ അതിലേക്ക് പരിപ്പുള്ള കറി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പൊടിയാക്കി അരിഞ്ഞത് അതിലിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ചേർത്തിട്ട് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ലോണം മയത്തിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ. കറിക്കുള്ള ഏകദേശം സംഭവങ്ങളൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ അത് അടുപ്പത്തേക്ക് അങ്ങോട്ട് കയറ്റിയാൽ മതി. പിന്നെ നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കറിവേപ്പില പച്ചമുളക് ഈ സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് തക്കാളി പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരുവിധം പച്ചക്കറി കൂട്ടാനുകളിലൊന്നും മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ, ഇതിലിടുന്നില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു പകുതി സബോള പൊടിയാക്കി ഇറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തു, പിന്നെ പൊടിയാക്കി എറിഞ്ഞ തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ തക്കാളി നല്ലോണം ഉടഞ്ഞ് കിട്ടുന്ന വരെ ഇങ്ങനെ ഇട്ടിട്ട് വേവിക്കണമൊന്നുമില്ല കേട്ടോ. അത് തക്കാളിക്കറി ആയതുകൊണ്ട് തന്നെ തക്കാളി കുറച്ചൊന്ന് കാണാൻ കിട്ടുന്ന രീതിയിൽ കറിയിൽ കിടക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ നന്നാക്കി ഇങ്ങനെ പൊടിയാക്കി കുഴമ്പ് പരുവത്തിലാക്കണില്ല. നമ്മളെന്തായാലും പരിപ്പ് തന്നെ നല്ലോണം കുഴച്ചിട്ടാണ് വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഐറ്റംസുകളൊക്കെ ഇടുക. പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഇല്ല തോന്നി. ഒരു ചെറിയ കഷ്ണം പുളി കേട്ടോ, ഇത് ഇത്തിരിയേ ഉള്ളൂ. എനിക്കിപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലിപ്പം പുളി അധികം വലിയ വേണമെന്നുള്ളവരില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പുളി മതി. ഇപ്പം ഞാൻ സാമ്പാറിലായാലും ഇപ്പം അധികം പുളിയൊന്നും ചേർക്കില്ല കേട്ടോ. എനിക്ക് പുളി പാകത്തിന് മതി, എനിക്ക് കുറേ വേണമെന്നില്ല. പണ്ട് നമ്മുടെ ഫുഡിൽ പുളി ഒരു ഭയങ്കര വിഭവമായിരുന്നു, പക്ഷെ ഇപ്പം പുളി വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കറിയിൽ പുളി ഒഴിക്കണം എന്നുള്ളതുകൊണ്ട് കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പരിപ്പൊക്കെ ഒന്ന് ഉടഞ്ഞ് അതിൽ മിക്സായിട്ട് വരണ സമയത്ത്
തേങ്ങ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു തിള വരുമ്പോൾ ഓഫാക്കി വയ്ക്കുക. ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ വറവിട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ ഈ കറിയിൽ രണ്ടാമത് വറവിടേണ്ട ആവശ്യമില്ല. നല്ല സ്വാദുള്ള കറിയാണ്, പെട്ടെന്ന് ആവുകയും ചെയ്യും. ഈ തേങ്ങ ഒഴിക്കാൻ മടിയുള്ളവർക്ക് തേങ്ങയുടെ ആ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ പുളിവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളി തന്നെ ആവശ്യത്തിനുള്ള പുളി ഉണ്ടാവുകയും സാധാരണ തക്കാളി പരിപ്പ് കറിയായി പോവുകയും ചെയ്യും. അപ്പോൾ കറി മാറ്റി വെച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. സാധാരണ അച്ചുവിന് എരിവുള്ള ഉപ്പേരികളും കറികളും ഒന്നും താല്പര്യമില്ലാത്ത ആളാണെങ്കിലും ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി അവന് നല്ല ഇഷ്ടമാണ്. പിന്നെ ഉരുളക്കിഴങ്ങിലേക്ക് ഇത്തിരി എരിവ് ഇട്ടിട്ട് തന്നെയാണല്ലോ നമ്മൾ വെക്കുക. എന്തോ അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഉരുളക്കിഴങ്ങ് നല്ല വലിയ കഷ്ണമാക്കിയിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ അത് ഇത്തിരി നേരം കൂടുതൽ വേവാനായിട്ട് വെക്കണ കാരണം കൊണ്ട് എനിക്ക് അത്ര ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉരുളക്കിഴങ്ങ് അരിയണത് കേട്ടോ. തോല് കളഞ്ഞിട്ട് ശേഷം കഴുകിയിട്ടാണ് ഞാൻ അരിയണത്. എന്നിട്ടും ആ കളറൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് മൺചട്ടി മേടിക്കണമെന്ന്. പക്ഷെ സത്യം പറയട്ടെ, എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സുഖമുള്ളത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളിൽ കുക്ക് ചെയ്യണം കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് അയൺ പാത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ഇഷ്ടംപോലെ ചീനച്ചട്ടികളും പിന്നെ പാനൊക്കെ ഉണ്ട്. മെയിനായിട്ടുള്ള കഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് കെയർ ചെയ്യണ്ടേ. ഇപ്പം നമ്മൾ എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന സാധനമാണെങ്കിൽ എടുത്ത് വീണ്ടും എണ്ണയൊക്കെ തേച്ച് പുരട്ടി വെക്കേണ്ട മടി ആലോചിച്ചിട്ട് ഞാനിപ്പോൾ അത് ഉപ്പേരിയും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളിലാണ് വെക്കുന്നത് കേട്ടോ. കഴുകാനും എളുപ്പമാണല്ലോ. കഴുകി അങ്ങോട്ട് വെള്ളം വാരാൻ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോയി കഴിഞ്ഞാൽ അതുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതൊക്കെ തുരുമ്പ് പിടിക്കാത്ത പാത്രങ്ങളല്ലേ. അപ്പം മസാലയൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ വെള്ളം ഒഴിക്കുന്നത് ഉണ്ടാവില്ല, അത് എന്താണെന്നറിയില്ല, വന്നിട്ടില്ല. പക്ഷെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അടച്ച് വെച്ച് വേവിക്കുന്നത്. വേഗം തന്നെ ആയി കിട്ടിയിട്ടോ, ഒത്തിരി നേരമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടി. നല്ല മണം ഉണ്ടായിരുന്നു വറവിൻ്റെയും പിന്നൊക്കെ ഞങ്ങൾ വിശന്നിരിക്കുന്ന നേരാട്ടോ. അപ്പം നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അച്ചുവിന് എക്സാമുള്ള ദിവസമാണ്. അപ്പം ഞാനതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഇത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഉപ്പേരി ആയി കഴിഞ്ഞപ്പം ഞാനതേ പാത്രത്തിൽ ആ പാത്രത്തിൽ തന്നെ എടുത്തു. കാരണം ഇതിപ്പം ഉച്ചയ്ക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ, അതെടുത്ത് വെക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ ഞാൻ വേറെ പാത്രം മാറ്റി വെക്കുകയൊന്നും ചെയ്തില്ല. ഇനിയാണ് നമ്മുടെ താര കേട്ടോ. ഞാനുണ്ടല്ലോ യൂട്യൂബിൽ ആരും വീഡിയോ ഇട്ടത് കണ്ടിട്ടില്ല തോന്നുന്നു, പച്ചക്കടി മാങ്ങ. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉള്ള എൻ്റെ വീട്ടിലെ അമ്മയുടെ ഒക്കെ ഒരു പാചകവിധിയാണെന്ന് തോന്നുന്നു. പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കണമായിരിക്കും. അപ്പോൾ അതിനെന്താ വേണ്ടത് വെച്ചാൽ തേങ്ങ വേണം. തേങ്ങ ചെറുകിയ തേങ്ങയിലേക്ക് മുളക് പൊടി ഉപ്പും ചേർത്ത് നല്ല മഷിയായി അരച്ചെടുക്കുക. ഇത് അത്ര അരഞ്ഞിട്ടില്ല, നമുക്ക് അത്ര മതി. എന്നിട്ട് അതിലേക്ക് മാങ്ങ നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ച് ഞാനിത് ഒരു കഷ്ണേ എടുത്തിട്ടുള്ളൂ. കാരണം തേങ്ങ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അടുത്ത്. ഇത് നമ്മുടെ ഒരു വ്യൂവർ എൻ്റെ അടുത്ത് ഇത് കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് പച്ചക്കടി മാങ്ങ ആക്കാമെന്ന് വിചാരിച്ചത്. കാരണം അന്ന് ഉണ്ടാക്കിയ സമയത്ത് അത് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ണിക്ക് അച്ഛനൊന്നും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇത് ഭയങ്കര സ്വാദാട്ടോ. അപ്പം നമ്മൾ എന്താ കാണിക്കേണ്ടത് വെച്ചാൽ ആ തേങ്ങ അരച്ചിലേക്ക് മാങ്ങ പൊടിയാക്കി അരിഞ്ഞതും കടുകും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരക്കരുത്, വെറുതെ ഒന്ന് ക്രഷ് ചെയ്യുക. ആ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ച് മതി, പുളി അധികം ഇല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് തൈര് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ഇതിലത്ത് വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ കുറച്ചൊരു ഹെൽത്തി വേർഷൻ എന്നുള്ള രീതിയിൽ വെളിച്ചെണ്ണ ചേർക്കണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചക്കടി മാങ്ങ. സൂപ്പർ സംഭവമാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി എൻ്റെ വീഡിയോയിലല്ലാണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ മുന്നേ എന്നും കൂടെ പറയണം കേട്ടോ. അപ്പം ചോറ് വിളമ്പാനുള്ള പരിപാടിയാണ്. ഞാൻ ഉണ്ണിക്ക് ആദ്യം ചോറ് എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്കുള്ള ചോറ് വിളമ്പാണ്. ഞാൻ പറഞ്ഞില്ലേ പച്ചക്കടി മാങ്ങ കുട്ടികൾ അങ്ങനെ വലിയ അവർക്കങ്ങനെ ചമ്മന്തി പരിപാടികളോട് താല്പര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞൊരു പച്ചടിയുടെ സ്റ്റൈലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അവർ കഴിച്ചു കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഈ കോംബോ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ തക്കാളി പരിപ്പ് കൂട്ടാനും ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടിയും പച്ചക്കടി മാങ്ങയും കുറച്ച് അച്ചാറും. അയ്യോ, വയസ്സോറ് കൊടുക്കണ നേരത്തെ എനിക്ക് വീണ്ടും ഊണയ്ക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞിട്ട് ആ രുചിയൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കണേ. എന്നാൽ തന്നെ ഇത് ഭയങ്കര കോംബോ ആയിരുന്നു. നല്ല സ്വാദിൽ ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ല അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. ടാറ്റാ.